ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. അവിടെ നമുക്കൊരാളെ പരിചയപ്പെടാം. പേര് ലേശം വിചിത്രമാണ്, ഉപ്പുമാവ് കൊഴുക്കട്ട. നിങ്ങൾ ഉപ്പുമാവും അറിയും, കൊഴുക്കട്ടയും അറിയും, പക്ഷെ ഇത് സംഭവം വേറെയാണ് കേട്ടോ. ഇത് തമിഴ് ബ്രാഹ്മണന്മാരുടെ പ്രഭാത ഭക്ഷണമാണ്. അപ്പോൾ ഉപ്പുമാവ് കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു രാത്രി മുഴുവൻ കുതിരാനിടണം. ഇത് ഞാൻ രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച പച്ചരി രാവിലെ നന്നായി കഴുകി വെള്ളം വാർത്ത് കളഞ്ഞിരിക്കുവാണ്. ഇനി നമ്മൾ ഇത് അരയ്ക്കാൻ പോവുകയാണ്. 1 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കുക. ഇനിയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി ഒരു പാനിൽ ലേശം എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തെറിച്ച് വരുമ്പോൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ പൊട്ടുകടല അഥവാ കടലപ്പരിപ്പിട്ട് മൂപ്പിക്കുക. ഇനി കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിച്ചാൽ ആദ്യ ഭാഗം കഴിഞ്ഞു. രണ്ടാം ഭാഗത്തിൽ ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന മാവ് ചേർക്കുക. തുടരെ ഇളക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഉപ്പുമാവ് പരുവത്തിലെത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പുമാവ് പാകമായാൽ തീ ഓഫ് ചെയ്യുക. ഇനി അല്പം തണുക്കാൻ വെക്കുക. വല്ലാതെ തണുത്തു പോകരുത്. ചൂടോടെ തന്നെ ചെറിയ ഉരുളകളാക്കുക. ഇപ്പോൾ കൊഴുക്കട്ട റെഡിയായി. ഇനി എന്താ, ഈ ഉരുളകൾ സാധാരണ കൊഴുക്കട്ട പോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക. നമ്മുടെ ഉപ്പുമാവ് കൊഴുക്കട്ട റെഡിയായി. ഇനി ഇതിൻ്റെ കറി, തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ മോര് കറിയോ അല്ലെങ്കിൽ സാമ്പാറോ എന്താണ് കിട്ടുന്നത് അത് കൂട്ടി കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു എവരിവൺ.